അസ്സലാമു അലൈക്കും. നീല നെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തന്നെയാണ്. ക്യാൻറ്റീനാണ്. ഇതിനകത്ത് പക്കോടാണ് കുറച്ച് കുട്ടികളെ തിരക്ക് കഴിഞ്ഞ് കുറച്ചുകൊണ്ടാണ്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, അത് വിറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ രണ്ടാമത് സാധനം കഴിഞ്ഞപ്പോൾ രസം ഉണ്ടാക്കണം ഉച്ചയ്ക്കില്ലേ കേട്ടോ. നമുക്ക് അന്ന് വെള്ളിയാഴ്ച അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയാണ് പോകാൻ എഴുതിയിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖം കരുതുക, അൽഹംദുലില്ലാ. അങ്ങനെ വിശ്വസിക്കുക. കാരണം ഒരുപാട് പ്രതിസന്ധി കൂടെ പോണ ജീവിതങ്ങളെ എല്ലാവരും. അപ്പോൾ അതിനൊക്കെ ബാക്കിൽ കർഷകൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. കുറച്ച് പക്വതകളാണ് കേട്ടോ. അതൊക്കെ അവർ ഏകദേശം കടി ഉണ്ടാവും, ഉച്ചയ്ക്ക് കൊടുക്കാനുണ്ടാവും. കുറേ കുട്ടികൾ ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പോൾ ഐസ് ഇറക്കിയിട്ടുണ്ട്. ഐസ് വന്നിട്ടാ ഞാനും വിളിച്ചായിരുന്നു ഇപ്പോൾ എത്തിയത്. വെള്ളിയാഴ്ച കുട്ടികൾ കുറേ പുറത്തുണ്ടാവും വരാൻ. ഞാൻ നമുക്ക് ഐസ് വാങ്ങി. ചോക്ലേറ്റ്, മാംഗോ, ബട്ടർസ്കോച്ച് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു കുൽഫി ഉണ്ട്. പിസ്താൻ്റെ കുൽഫി കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ അവരിലേക്ക് അപ്പോൾ അവരിലേക്ക് പറ്റിയ പഴം കണ്ടപ്പോൾ കൂടി അവൻ അരച്ച് മാറി. അങ്ങനെ ഐസ്ക്രീം ഉണ്ട് കുറച്ച്, അതൊക്കെയാണ് കുറച്ച് അവരിലേക്ക് ഉണ്ടാകും. ഓക്കെ, പാലൊക്കെ ഐസായി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുടിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം കുടിക്കലില്ല. കടയിലതിൻ്റെ ദിവസം കുടിക്കലില്ല. പുറത്തുനിന്നൊക്കെ നമ്മൾ കുടിക്കലുണ്ടാവും. ഒന്നും ഉണ്ടായിട്ടല്ല, ഇത് നമുക്ക് തന്നെ കേട്ടോ. പക്ഷെ നമ്മൾ നോട്ടെ കുഴപ്പമില്ല. ഞാൻ ഐസ്ക്രീം ഇട്ടാലോ? പിസ്ത ഐസ്ക്രീം. പിസ്ത മാംഗോടെയാണ്. ഇനി അമ്മക്ക് ഉണ്ടാകുമോ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റും. ഐസ് മാംഗോ രണ്ട് വലിയതാണ്. അപ്പം അതിൽ കിട്ടാം. അത് കുട്ടിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേരാവും. പിന്നെ അങ്ങനത്തെ മതി. ഐസ്ക്രീം ഉള്ള അടക്കം നിങ്ങൾ വരുന്ന വേറെ വൈബാട്ടത്. ഇങ്ങനെ നമ്മൾ കഴിക്കല്ല. അങ്ങനെ അവസരം കിട്ടുമ്പോൾ കഴിക്കാൻ പറ്റുമോ? അത് അപ്പോൾ അവൽമേക്ക് രണ്ടാമത് തിന്നാണ്. ഓള് കുറച്ച് ഞാൻ ഓക്കെ. 10 രൂപ ഈ മുട്ടായി നമ്മൾ ഇതിനുള്ളിപ്പോൾ ശരിയാക്കട്ടെ. എന്താണോ കുട്ടികൾ നേരമാണ്. അപ്പോൾ ഉച്ചക്കോളം നോക്കുമ്പോൾ മുട്ടായി കെട്ടാകാറുണ്ട്. അപ്പോൾ കുട്ടി പഠിക്കാൻ
ഇല്ലാത്ത മുട്ടായികളെ ഫുള്ള് നമ്മൾ കിട്ടും. പ്ലാസ്റ്റിക് കവർ പറ്റില്ലല്ലോ, കവറില്ലാത്ത മുട്ടായി പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പഴയ പിന്നെ മുട്ടായികളാണ് അധികം. ഞാൻ മുട്ടായി അതേമാതിരി എന്താണ് നാരക മുട്ടായി, ഗ്യാസ് മുട്ടായി, ഇങ്ങനത്തെ കമരക്കട്ട, അങ്ങനത്തെ കാലത്തെ മുട്ടായികളാണ്. അപ്പോൾ നമ്മൾ പഴയ കാണിച്ചെടുക്കി ഇതല്ലേ മുട്ടായി നമ്മളെ ഇതൊക്കെ ആദ്യം ബാൻഡിൽ ടച്ച് വന്നു. 10 രൂപ വന്നു കേട്ടോ. രണ്ടാണ് 10 രൂപയുടെ പാക്കറ്റ് 10 എന്നൊക്കെ 5 ദിവസം 10 ദിവസം വാങ്ങിയ സാധനമാണ്. അപ്പോൾ അത്ര വലുപ്പമില്ല, വിലയും കൂടി. എന്നാലോ വില കൂടാത്ത ആർക്കാ? നമുക്ക് തന്നെ മനുഷ്യന്മാർക്ക് വരില്ല, മുട്ടായിക്കും സാധനത്തിനൊക്കെ വരും. അപ്പം നമ്മൾ ഇന്നൊരു 10-15 ബിരിയാണി ഓർഡർ ഉണ്ട്. അപ്പോൾ ബിരിയാണി കുറച്ച് ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ വീഡിയോ നിർത്തില്ല, അത് പാക്കാക്കി വെച്ചാൽ കേട്ടോ. ഇങ്ങനെ 60 റുപ്യാണ് ബിരിയാണിക്ക്. ഇതിനോട് തൈര് പാക്കറ്റ് ഉണ്ടാവും. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പിള്ളേരെ അടിക്കട്ടെ, അടിക്കട്ടെ. ആഴ്ചയിലെ ദിവസമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ആഴ്ചയിലെ ദിവസം ബിരിയാണിയാണ്. ഇപ്പോൾ ഓർഡർ കുറവാണ്. നേരത്തൊക്കെ 10-60 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും പൈസ അല്ല, നേരം ചോദിച്ചാൽ പൈസ കൊടുക്കാൻ വേണ്ടേ? 1-2 നാളെടുത്ത് വേണ്ടത്. ഇത് ഹാഫാട്ടോ, 60 റുപ്യ. ഒരു കുട്ടിക്ക് ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും. വലിയവർക്കും കഴിക്കാം, എത്രല്ലേ കഴിക്കുള്ളൂ. അവർ കുറേ കളാച്ചത് പിന്നെ ഉണ്ടാകാതെ കഴിക്കും. വീട്ടിലേക്ക് നമ്മൾ നിയന്ത്രണം ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ 1.5 കിലോ 2 കിലോനൊക്കെ വെക്കും. നമ്മൾ എന്താ വേറെ ഒന്നുമല്ലല്ലോ. അങ്ങനെ നമ്മൾ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഹാഫ് മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. കൊച്ചു വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരില്ലേ. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മറ്റന്നാൾ സ്കൂളില്ല. അപ്പോൾ നാളെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഈവനിങ് കട അവിടുന്ന് മാറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരണം. ഓക്കെ, താങ്ക് യു.